നമസ്കാരം. ലൈഫ് ഓഫ് ചിന്നക്കനാൽ 300 കോളനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടുത്തെ ഓരോരുത്തരുടെ പ്ലോട്ടുകളാണിത്. ഭയങ്കര കാട് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. ആരും വരുന്നുമില്ല, വെട്ടിത്തെളിക്കുന്നുമില്ല. കുറേ പേര് പ്ലോട്ടൊക്കെ പാട്ടത്തിനൊക്കെ കൊടുത്ത് താമസിക്കുന്നു. ഞാനൊരു വീട് കാണിച്ചു തരാവേ. കണ്ടോ, ഭയങ്കര കാടിൻ്റെ അകത്തിരിക്കുക വീട്. കണ്ടോ, ഭയങ്കര കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാടാണ് ഇവിടെ മൊത്തം. ഒരാന പോലും നിന്നാൽ ഇവിടെ ആളുകൾ കാണുകയില്ല, അത്രമാത്രം കാടുകളാണ്. ഇതാണ് ഇവിടെ ആൾക്കാർ വന്നാലേ ഞങ്ങൾ കുറേ പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ സ്ഥിരമായിട്ട്. ബാക്കിയുള്ളവർ കൃഷി ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ താമസിക്കാതെ നമുക്ക് ഒരു ഇതുമില്ല. ആനയൊക്കെ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു വിടണമെങ്കിൽ ആൾക്കാർ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീട് ചെയ്യുന്നത് തന്നെ അതിനാണ്. ഇവിടെയുള്ള ആൾക്കാർ വരണം. 291 പേർക്ക് സ്ഥലവും പട്ടയവും കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ അവരൊന്നും ഇവിടെ വന്ന് താമസിക്കുന്നില്ല. അതുകൊണ്ട് അവർ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ ആൾക്കാരെ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇതുപോലെ സർക്കാർ ആദിവാസി ജനതകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് 1 ഏക്കർ സ്ഥലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് പോലും പണി ചെയ്യാൻ ആൾക്കാർക്ക് വയ്യ. ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാട്ടാന ശല്യം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ മയിലുകളൊക്കെ ഉണ്ട്. മയിലുകൾ വരുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇല്ല, ഞാനിങ്ങോട്ട് വരികയല്ല. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേട്ടായി അടുത്ത് വന്ന് നിൽക്കുകയാണ്. എനിക്ക് പേടിയായതുകൊണ്ട് എനിക്ക് 2 പ്രാവശ്യം ആനയുടെ മുന്നിൽ പെട്ട് പോയതാണ്. എൻ്റെ കൂടെ നിന്നൊരു ചേച്ചി, മോള് ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ആന കൊന്നിട്ടുള്ളതാണ്. എൻ്റെ കൂടെ എൻ്റെ കയ്യിലിരുന്നാണ് ആ ചേച്ചി മരിച്ചത്. പിന്നെ ഓരോ വീഡിയോയിൽ ഓരോ വിശേഷങ്ങൾ ഞാൻ പറയാം. നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ മറ്റുള്ളവർ എത്തിച്ചാലേ ഈ കോളനി ഉള്ളവരുടെ ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുകയുള്ളൂ. ഇവിടെ താമസിക്കണം. ഇല്ലെങ്കിൽ ഇവരുടെ പേരിൽ സർക്കാർ നടപടിയെടുത്ത് മറ്റുള്ളവർക്ക് ഇവിടെ സ്ഥലം കൊടുക്കണം. സ്ഥലം കിട്ടാനായിട്ട് 158 പേരുണ്ട്. അവർക്ക് പട്ടയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവർക്ക് സ്ഥലം കൊടുക്കാനുണ്ട്. അതിനുള്ള നടപടിക്കും കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ ചെറിയൊരാളാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ